എല്ലാ കൂട്ടുകാർക്കും ഹാൻഡ് ക്രാഫ്റ്റ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത്. ഫാദേഴ്സ് ഡേയ്ക്ക് അച്ഛന് കൊടുക്കാൻ പറ്റിയ ഒരു ഗ്രീറ്റിംഗ് കാർഡാണിത്. ഒരു A4 സൈസ് പേപ്പർ എടുക്കുക, അത് നീളത്തിൽ നടുക്കൂടെ ഒന്ന് മടക്കുക. അതിനുശേഷം രണ്ട് എഡ്ജും ആ സെൻറ്റർ ലൈനിലേക്ക് മടക്കിയെടുക്കുക. ഇനി ആ മുകളിലത്തെ ലെയർ നമ്മൾ സൈഡിലേക്ക് പുറത്തേക്ക് ട്രയാങ്കിൾ രീതിയിൽ മടക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡും അതേപോലെ തന്നെ മടക്കിയെടുക്കുക. ഒരുപോലെ മടക്കാൻ ശ്രമിക്കുക, എന്നാലേ അതുണ്ടാക്കി വരുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ മടക്കിയെടുത്തു. ഇനി ഈ പേപ്പർ കമത്തി വെച്ചിട്ട് കമത്തി പിടിക്കുക, തിരിച്ചു പിടിക്കുക. ഇനി മുകളിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇതേപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം അത് ആ സെൻറ്റർ ലൈനിലേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് മടക്കിയെടുക്കുക. ഷർട്ടിൻ്റെ കോളർ പോലെ ഒരു ഷേപ്പിൽ ഇതേപോലെ നമ്മൾ മടക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ താഴെയുള്ള ഭാഗം മുകളിലേക്ക് കൊണ്ടുവന്ന് ആ കോളറിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ ഇത് വെച്ചിട്ട് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമ്മുടെ പേപ്പർ ഷർട്ട് റെഡിയായി. ഇനി നമ്മുടെ മെസ്സേജ് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ വേറൊരു പേപ്പറിൽ എഴുതിയിട്ട് നമുക്കിതിൻ്റെ അകത്ത് വെക്കാം. ഇനി ഒരു പേപ്പർ ടൈയും കൂടി ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ ഷർട്ട് കാർഡ് റെഡിയാവും. ഞാനിതിൻ്റെ അകത്ത് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് എഴുതിയിട്ടുണ്ട്, പുറത്ത് ബെസ്റ്റ് ഫാദർ ബെസ്റ്റ് ഡാഡ് എവർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് പേപ്പർ ടൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഇതേപോലെ ചെറിയൊരു പേപ്പർ എടുക്കുക, സ്ക്വയർ പേപ്പർ. അത് അതിൻ്റെ ഡയഗണലായിട്ട് മടക്കിയിട്ട് രണ്ട് സൈഡും ഇതേപോലെ നടുക്കേക്ക് മടക്കാം. ഒരു കോൺ ഷേപ്പിൽ കിട്ടും. അതിനുശേഷം അതിൻ്റെ ടോപ്പ് പാർട്ട് കുറച്ച് നമ്മൾ ഇതേപോലെ താഴേക്ക് മടക്കുക. അതതിൻ്റെ അറ്റത്തേക്ക് വീണ്ടും ഒന്ന് മടക്കുക. ഇനി തിരിച്ചു പിടിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി നമ്മൾ ട്രയാങ്കിളായിട്ട് അകത്തേക്ക് മടക്കും. രണ്ട് സൈഡും ഒരുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ ടോപ്പ് പാർട്ട് കുറച്ച് ഒന്നുകൂടി ഒന്ന് എടുത്തിട്ട് മുകളിലേക്കാക്കുക. വീണ്ടും അതേ ഫോൾഡിൽ കൂടെ ആ മടക്കിലേക്ക് കൂടെ തന്നെ നമ്മൾ മടക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടൈ റെഡിയാവും. ഇനി അത് ആ ഷർട്ടിൽ ഒട്ടിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഷർട്ട് കാർഡ് വിത്ത് ടൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.